അടിച്ചത് യാര് എന്ന് അറിയുമ്പോഴായിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരാജയത്തിനെ നമ്മൾ അഭിമാനത്തോടു കൂടി കാണാൻ പോകുന്നത്. ഇന്ത്യ ലെജൻസും ബ്രസീലിയൻ ലെജൻസും തമ്മിൽ നടന്ന മത്സരത്തിൽ 1-2 എന്ന സ്കോറിന് ഇന്ത്യ പരാജയപ്പെട്ടത് നമ്മൾ കണ്ടായിരിക്കും. 35 മിനിറ്റുകൾ വീതമുള്ള രണ്ട് പകുതിയിലായിട്ട് ടോട്ടൽ 70 മിനിറ്റ് ആയിരുന്നു ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള മത്സരം നടന്നത്. 2002 ഏഷ്യൻ മണ്ണിൽ വെച്ച് നടന്ന ലോകകപ്പിൽ സിംഹഹൃദയനായ ഒലിവർ ഖാന്റെ ജർമ്മനിയെ പരാജയപ്പെടുത്തി റൊണാൾഡോയും റിവാൾഡോയും റൊണാൾഡീഞ്ഞോയും ഉൾപ്പെടുന്ന സംഘം കഫുവിന്റെ ആ ഒരു ലോകകപ്പ് വിജയത്തിന് സ്തുതിപാഠകരായി നിന്നപ്പോൾ അതേ ടീം ഇന്ത്യൻ മണ്ണിൽ അണിനിരന്നപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് അവരെ വിറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. വിയോളയും റെക്കോർഡോ ഒലിവേരയും ബ്രസീലിയൻ ലെജൻസിന് വേണ്ടി ഇന്ത്യയുടെ വലയിലേക്ക് ഗോൾ നിക്ഷേപിച്ചപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരു ഗോൾ മടക്കാൻ ഇന്ത്യൻ അണ്ടർ ഏജ് കാറ്റഗറി ഫുട്ബോൾ ടീമുകളുടെ പരിശീലകൻ കൂടിയായിട്ടുള്ള ബിബിയാനോ ഫെർണാണ്ടസിന്റെ മനോഹരമായ ഒരു ചിപ്പ് ഗോൾ കൊണ്ട് നമുക്ക് മറുപടി പറയാൻ കഴിഞ്ഞു. ഏതായാലും ലോകകപ്പ് പോലെയുള്ള വലിയ വേദികൾ കീഴടക്കി ബ്രസീലിന്റെ ഇതിഹാസ താരങ്ങളെ IM വിജയൻ എന്ന മലയാളി താരത്തിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഇന്ത്യൻ ലെജൻസ് മോശമല്ലാത്ത ഗെയിം പ്ലേയിലൂടെ അത്യാവശ്യം വെള്ളം കുടിപ്പിച്ചു എന്നറിയുന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. മത്സരത്തിന് ശേഷം ഒരു എക്സിബിഷൻ പെനാൽറ്റി സ്പോട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ അത് അവസാന നിമിഷം ക്യാൻസൽ ചെയ്യുകയായിരുന്നു. രണ്ട് ടീമുകളും പരസ്പരം മൊമെന്റോ കൈമാറിയിട്ടാണ് ആ ഒരു മൊമെന്റ് അവസാനിപ്പിച്ചത്. അങ്ങനെ 2-1 എന്ന സ്കോറിന് താരസമ്പന്നമായിട്ടുള്ള ബ്രസീലിയൻ ലെജൻസ് ടീമിനോട് ഇന്ത്യൻ ഇതിഹാസങ്ങളുടെ സംഘം പരാജയപ്പെട്ടു. പക്ഷേ ഇതൊരു പരാജയമല്ല, ഒരു സൗഹൃദ പ്രദർശന മത്സരത്തിന്റെ ഒരു ലെഷറായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്.